സാരംഗ് സുധാകരൻ അവിടെ തുടരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ ആജ്ഞ അവിടെ ടിക്കറ്റ് വിൽപ്പനയുടെ തിരക്ക് കാണിക്കുന്നുണ്ട്. ആജ്ഞ ടിക്കറ്റ് എടുക്കാനും പോവുകയാണ്. ഓക്കെ, എന്താണെങ്കിലും ആജ്ഞയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത് അടിച്ചാൽ അത് ലോട്ടറി. ഇനി സാരംഗ്, അവിടെ എന്താണ്, അവിടെ അങ്ങനെയാണ് സാധാരണ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. BR 108 അല്ലേ? ഓക്കെ. അപ്പോൾ സാരംഗ്, അപ്പോൾ അവിടെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? സാധാരണ ഈ ബമ്പർ നറുക്കെടുപ്പിന് വിശിഷ്ട അതിഥികളൊക്കെ കൊണ്ടുവരാ പതിവാണ്. മന്ത്രിമാരുണ്ടാവാറുണ്ട്, തെരഞ്ഞെടുപ്പാണ്, പെരുമാറ്റച്ചട്ടമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? എന്തോ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിമാരാരും സാധാരണ ധനമന്ത്രിയൊക്കെയാണ് ഓണം ബമ്പറിനടക്കം എത്താറുള്ളത്. പക്ഷെ ഇത്തവണ മന്ത്രിമാരുടെയും മറ്റ് അത്തരത്തിലുള്ള ആരുടെയും സാന്നിധ്യം ഇവിടെ ഗുരുദാറിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് ഈ ഒരു നറുക്കെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. പക്ഷെ അതിൽ ഒട്ടും പുറകിലല്ല. വിൽപ്പന അടക്കം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. വിൽപ്പന അടക്കം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നടപടിക്രമത്തിലേക്ക് കടക്കുകയാണല്ലോ. നടപടിക്രമത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ബമ്പർ നറുക്കെടുപ്പിന്റെ സമയം ആരംഭിക്കുകയാണ്. ബമ്പർ നറുക്കെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഒന്നാം സമ്മാനം അത് 10 കോടി രൂപയാണ്. റെക്കോർഡ് വിൽപ്പനയ്ക്കൊടുവിൽ ആ 10 കോടി സമ്മാനം, ഒന്നാം സമ്മാനം കിട്ടുന്നത് ആർക്കാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പ് അതാ തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ 1:59, 1 മിനിറ്റിനുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ് സമ്മർ ബമ്പർ. ഭാഗ്യശാലി ആരാണെന്നുള്ള നറുക്കെടുപ്പ് തിരുവനന്തപുരത്ത് അവിടെ അത് പൂർണ്ണമാണ്. ഖോർഗി ഭവനിൽ അത് പൂർണ്ണമായും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. മറുവശത്ത് ഈ ലോട്ടറി ഏജന്റുമാർക്കിടയിലേക്ക്, അല്ലെങ്കിൽ കടകളിലേക്ക് ഒരുപാട് പേർ ഇപ്പോഴും അവസാന മിനിറ്റുകളിൽ എത്തുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരുപാട് പേർ ആ ബമ്പർ ടിക്കറ്റ് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു. 2 മണി വരെയാണ് ആ ടിക്കറ്റ് സെയിലുള്ളത്. 2 മണിക്ക് ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് നടക്കുകയും ചെയ്യും. ആജ്ഞ ഉള്ളത് എവിടെയാണ്? കൊച്ചിയിൽ ആണ്. പക്ഷേ കൊച്ചിയിൽ എവിടെയാണ്? അവിടെ ഒരുപാട് കുറച്ച് നാളായെന്ന് തോന്നുന്നു കൊച്ചിയിലേക്ക് ആ ഭാഗ്യം എത്തി. തൊട്ട് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അരൂര്, ആലപ്പുഴ ജില്ലയിൽ അവിടെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അന്നും എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നല്ലോ ഓണം ബമ്പറിന്റെ വിജയി അദ്ദേഹമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പൂജ ബമ്പർ പിരിഞ്ഞിട്ട് പാലക്കാടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നായിരുന്നു അന്ന് ടിക്കറ്റ് എടുത്തത് കൊച്ചിയിൽ നിന്നാണ്. അന്ന് നമുക്ക് 5000 രൂപ അതിന്റെ ഒപ്പത്തില് ആ ഓളത്തിൽ കിട്ടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഭാഗ്യക്കുറി അന്ന് എടുക്കുന്നത്. PCR ടീമിന് വേണ്ടി അന്ന് എടുത്തതാ. ഓഹോ, ഓക്കെ. എന്താ പൈസ PCR ടീമിന് കൊടുത്തിരുന്നോ? ഇന്നും PCR ടീമിന് ടിക്കറ്റ് അടിച്ചിരുന്നു. നോക്കാം. ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുത്തല്ലോ അല്ലേ? ഒരു ടിക്കറ്റ് അല്ലേ? ഒരു ടിക്കറ്റ് അല്ലേ? എടുത്തു. ആ ടിക്കറ്റ് നമ്പർ ഒന്ന് പറഞ്ഞ്. നമ്പർ എത്രയാണ്? SD 222483. പ്രേക്ഷകർ ശ്രദ്ധിച്ചോ? എനിക്കറിയാം. ഓക്കെ, പറഞ്ഞ ടിക്കറ്റ് അടിച്ചാലും ഞാൻ ഇതും കൊണ്ട് മുങ്ങാതിരിക്കാനുള്ള മുൻകരുതലാണെന്ന് എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞതാ. അതെ, സംശയമില്ല കാര്യത്തില്. ഇതെല്ലാം അവിടെ നിന്ന് എല്ലാ ടിക്കറ്റും മാറ്റിയല്ലേ? മാറ്റിയിട്ടുണ്ട്. സമയമായല്ലോ. അപ്പൊ ഇനി വിൽപ്പന നടക്കില്ല. എന്തായാലും ടിക്കറ്റുകളെല്ലാം നമുക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് ടിക്കറ്റ് കിട്ടിയതും. എന്തായാലും ടിക്കറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി അധിക സമയം ടിക്കറ്റ് ഭാഗ്യമുണ്ടെന്ന് കാത്തിരിക്കാൻ. ഇപ്പോ ഇതാ കേരള സംസ്ഥാന ഭാഗ്യക്കുറി സമ്മർ ബമ്പറിന്റെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. അതിന്റെ തത്സമയം നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി 2 തവണ കേരളം നടത്തുന്നു. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് മടങ്ങിയേക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്ന ഒരു ഇടവേള പറയുന്നുണ്ട് അവിടെ. എന്താണെങ്കിലും സമ്മർ ബമ്പർ നറുക്കെടുപ്പിന്റെ ഫലം അത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. റൈറ്റ്, സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, സമ്മർ ബമ്പർ തുടങ്ങുകയാണ്. സജിത്ത് ഏറ്റെടുത്തു. നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതാ ആ ഭാഗ്യവാൻ ആരെന്ന് ഉടൻ അറിയാം. സാരംഗ്, നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നറുക്കെടുപ്പ് എന്തായി? സമ്മർ ബമ്പർ നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. 10 കോടിയുടെ അഭാഗ്യവാൻ ആര് എന്നതാണ്. കേരളത്തിൻ്റെ ബമ്പർ ലോട്ടറികൾ എപ്പോഴും ഹിറ്റാണ്. ഓണം ബമ്പർ ആയാലും ക്രിസ്തുമസ്, വിഷു ബമ്പറുകളെല്ലാം വമ്പൻ ഹിറ്റുകളാണ്. അപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ, അയൽനാടുകളിൽ പോലും കേരളത്തിൻ്റെ ബമ്പർ ലോട്ടറികൾക്ക് വലിയ ഡിമാൻഡാണ് ഉണ്ടാവുന്നത്. ഇത്തവണ സമ്മർ ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ്. 42 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അത് ഏറെക്കുറെ പൂർണ്ണമായി തന്നെ വിറ്റുപോയെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇതാ നറുക്കെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ്. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ്. 10 കോടിയുടെ ഭാഗ്യവാൻ ആരെന്ന് ഇപ്പോൾ അറിയാം. സാരംഗ്, എന്തായി നറുക്കെടുപ്പ്? ഇത് ഇപ്പോൾ ട്രയൽ 2 തവണ നടത്തി കഴിഞ്ഞു നറുക്കെടുപ്പിൻ്റെത്. അതിനുശേഷമുള്ള ചെറിയൊരു ഇടവേളയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഒന്നാം സമ്മാനം, ഈ ഒരു സമ്മർ ഭാഗ്യക്കുറിയുടെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണ് എന്ന കാര്യം കുറച്ച് നിമിഷങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10 കോടിയാണ്, വലിയ തുകയാണ് ഇത്തവണ സമ്മർ ബമ്പറിന്റെ ഭാഗ്യവാന് ലഭിക്കാൻ പോകുന്നത്. ഇത്തവണയും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. 11,15,380 ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റഴിച്ചത്. സാധാരണ രീതിയിൽ പാലക്കാട് തന്നെയാണ് എല്ലാ തവണയും ടിക്കറ്റ് വിൽപ്പനയിൽ കൂടുതൽ, ഭാഗ്യശാലികളും കൂടുതൽ വരാറുള്ളത് പാലക്കാട് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് 4 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലുമാണ് ഉള്ളത്. 10 കോടി പാലക്കാടേക്ക് പോകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലേക്ക് പോകുമോ എന്ന കാര്യത്തിലടക്കം നിമിഷങ്ങൾക്കകം നമുക്ക് വ്യക്തത വരും. റെക്കോർഡ് വിൽപ്പനയാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റെക്കോർഡ് വിൽപ്പനയും അച്ചടിച്ചതിലടക്കം ഇത്തവണ കൂടുതൽ ടിക്കറ്റുകൾ 42 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ചത്. അതിൽ ഏകദേശം 95% മുകളിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. എന്ത് തന്നെയായാലും 10 കോടി രൂപയ്ക്കൊപ്പം തന്നെ രണ്ടാം സമ്മാനമായി 1 കോടി രൂപ രണ്ടാം സമ്മാനമായിട്ടുണ്ട്. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപയും അത്തരത്തിൽ സമാശ്വാസ സമ്മാനങ്ങൾ നിരവധിയുണ്ട്. ഇത്തരത്തിൽ 250 രൂപയുടെ ടിക്കറ്റ് എടുത്ത് 10 കോടിയുടെ ജേതാവ് ആരാണെന്ന കാര്യം വളരെ കുറച്ച് സമയങ്ങൾക്കകം മനസ്സിലാക്കും. കേരളം കാത്തിരിക്കുകയാണ് ആ ഭാഗ്യശാലിയെ. 10 കോടി രൂപ അടിക്കുന്ന ആ ഭാഗ്യശാലി ആര്? സമ്മർ ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക. ഒപ്പം 1 ലക്ഷം രൂപയുടെ 5 സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ട്. യെസ്, നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സമ്മർ ബമ്പർ ഭാഗ്യവാനാർ. ഒന്നാം സമ്മാനം 10 കോടി രൂപയും രണ്ടാം സമ്മാനം 1 കോടി രൂപയും ലഭിക്കുന്നു. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി 42 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ വിജയിക്കപ്പെട്ടവ 41,73,410 എണ്ണവും വിജയിക്കപ്പെടാത്തവ 26,590 എണ്ണവുമാണ്. ഏവരും ഉറ്റുനോക്കുക, ഈ വർഷത്തെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തുക. ഒന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പുമായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ശശിയോട് അഭ്യർത്ഥിക്കുന്നു. സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ SB 517026. SB 517026. ഇതേ നമ്പറിലെ മറ്റ് 5 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 5 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക. അടുത്തതായി ഇന്നത്തെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇതാണ് ഭാഗ്യശാലി. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് സീരീസ് SB നമ്പർ 517026. ആ ഭാഗ്യശാലി ആര് എന്ന കാത്തിരിപ്പാണ്. 10 കോടി ലഭിച്ച ആ ഭാഗ്യശാലി ആരാണ്? എന്തായാലും വളരെ പ്രധാനപ്പെട്ട നറുക്കെടുപ്പാണ്. സമ്മർ ബമ്പറിന്റെ ആ ഭാഗ്യവാനെ നമുക്ക് അറിയാം.
കേരളം കാത്തിരിക്കുന്ന ആ ഭാഗ്യശാലി ആരാണ്? കേരളത്തിന്റെ ബമ്പർ ലോട്ടറികൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ഇതാ. SB 517026 ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന നമ്പർ ഇതാണ്. SB 517026. സമ്മർ ലോട്ടറി എടുത്തിരിക്കുന്നവരെല്ലാവരും ആ നമ്പർ ഒന്നുകൂടി പരിശോധിക്കുക. നിങ്ങളാണോ ആ ഭാഗ്യശാലി എന്ന കാര്യം ഒന്നുകൂടി പരിശോധിക്കുക. ഇതാ SB നമ്പർ ഒരിക്കൽ കൂടി, SB 517026. ഇതാണ് ആ നമ്പർ. സമ്മർ ബമ്പർ ഭാഗ്യശാലി SB 517026. ഇതാണ്, ഈ നമ്പറിലുള്ളതാണ് ഭാഗ്യശാലി. 10 കോടി നേടിയിരിക്കുന്ന ഈ ഭാഗ്യശാലി ആര് എന്നതാണ് അറിയേണ്ടത്. നമുക്ക് ഉടൻ തന്നെ അറിയാം ഏത് ജില്ലയിൽ ഏത് ഏജൻസിയാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്ന കാര്യം കൂടി നമുക്ക് ഉടൻ തന്നെ അറിയാൻ കഴിയും. എപ്പോഴും കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളിലൊക്കെ വലിയ വിൽപ്പനയാണ്. പാലക്കാട് ജില്ല വലിയ രീതിയിൽ ടിക്കറ്റ് വിൽക്കപ്പെടുന്ന ഇടം കൂടിയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണോ ആ ഭാഗ്യശാലി? കഴിഞ്ഞ കുറേ നാളുകളുണ്ടായത് മലയാളികൾക്കല്ല പലപ്പോഴും ബമ്പർ അടിക്കാറുള്ളത്. കാരണം അയൽ നാടുകളിൽ നിന്ന് വന്നിവിടെ ടിക്കറ്റ് എടുത്ത പലർക്കും ലോട്ടറികൾ അടിച്ചിട്ടുണ്ട്. ഇത്തവണയും സമ്മർ ബമ്പറിന്റെ ഭാഗ്യശാലി ഒന്നാം നമ്പർ ലഭിക്കുന്നത്, ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആരാണ് എന്ന കാത്തിരിപ്പാണ്. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി SB 517026. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഒന്നാം നമ്പർ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ്? സമ്മർ ബമ്പറിന്റെ നറുക്കെടുപ്പാണ് പൂർത്തിയാവുന്നത്. എന്തായാലും ഒന്നാം സമ്മാനം SB 517026 ഈ നമ്പറിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഒപ്പം രണ്ടാം സമ്മാനം SC 660573 ഈ നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം SB 517026, രണ്ടാം സമ്മാനം SC 660573 ഈ നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നതാണ്. നറുക്കെടുപ്പ് നടപടി പുരോഗമിക്കുകയാണ്. എന്തായാലും ആ ഭാഗ്യശാലി ആര് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാത്തിരിക്കുകയാണ് ആ ഭാഗ്യശാലി ആര് എന്ന കാര്യം. ഒന്നാം സമ്മാനം 10 കോടി രൂപയാണ്. ഒപ്പം 1 ലക്ഷം രൂപയുടെ 5 സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ടാകും. രണ്ടാം സമ്മാനം 1 കോടി രൂപയാണ്. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം ലഭിക്കും. ഓരോ പരമ്പരയിലും 2 എണ്ണം വെച്ച് 12 പേർക്കും നാലാം സമ്മാനമായി 1 ലക്ഷം രൂപ വീതം 54 പേർക്ക് ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചെറിയ സമ്മാനങ്ങളുമുണ്ട്. 5000, 2000, 1000, 500, 250 തുടങ്ങിയ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ടിക്കറ്റ് 42 ലക്ഷം ടിക്കറ്റുകൾക്കിടയിൽ നിന്നും ആ ഭാഗ്യശാലി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് SB 517026 എന്ന നമ്പറിലുള്ള ഭാഗ്യശാലിക്കാണ് 10 കോടി രൂപ ലഭ്യമാവുന്നത്. സമ്മർ ബമ്പറിലെ ആ ഭാഗ്യവാന് ആര് എന്ന കാര്യം, ഏത് ജില്ലയിലാണ് ആ ഭാഗ്യശാലി എന്ന കാര്യം കൂടി നമുക്കറിയാം. ഒപ്പം ഏത് ഏജൻസി എന്ന വിവരം കൂടി ലഭ്യമാവുകയാണ്. കേരളത്തിലെമ്പാടും ഓൺലൈനായും അല്ലാതെയും ഈ നറുക്കെടുപ്പ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് ആ നമ്പർ എത്തുകയാണ്. തങ്ങളുടെ നമ്പറുകളുമായി ഒത്തുനോക്കുക. ഭാഗ്യശാലി നിങ്ങളാണോ എന്ന കാര്യം തിരിച്ചറിയുക. എന്തായാലും ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുകയാണ്. 10 കോടി രൂപ ഈ പ്രതിസന്ധി കാലത്ത് 10 കോടി രൂപ കൈവശം വരികയാണ്. എന്തായാലും ആ ഭാഗ്യശാലി ആരാണ്? കേരളത്തിൻ്റെ സമ്മർ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനാർഹൻ ആരാണ്? SB 517026 എന്ന നമ്പർ, ആ നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്നത്. ആ ഭാഗ്യശാലി ആര് എന്ന കാര്യം കൂടിയാണ്, അതിൻ്റെ കാത്തിരിപ്പാണ് നമ്മൾ. എന്തായാലും നമുക്ക് ഉടൻ തന്നെ അറിയാനാകും ആ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റത്, ഒപ്പം ഏത് ഏജൻസിയാണ് ടിക്കറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി നമുക്കറിയാനാവും. നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനാർഹനെ നമുക്ക് ലഭ്യമാകുന്നു. ആജ്ഞ രവീന്ദ്രൻ, ആജ്ഞ നിൽക്കുന്ന ആ ലോട്ടറി കടയുടെ സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഈ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ്? എന്തെങ്കിലും പേര് ലഭ്യമാണോ? അടുത്ത ജില്ലാ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അപ്പോൾ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. കാരണം നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനത്തിന്റെയും നമ്പറുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൽ ഏത് ജില്ലയിലാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സജീവ് സൂചിപ്പിച്ച പോലെ തന്നെ 10 കോടി രൂപയുടെ സമ്മാനാർഹൻ സമ്മാനാർഹൻ എന്ന് പറയുന്നത് SB 517026 517026 എന്ന നമ്പറിനാണ് 10 കോടിയുടെ ഭാഗ്യം എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാം സമ്മാനം SE 660573 എന്ന നമ്പറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റേ ഇതേ സീരീസിൽ തന്നെയുള്ള
ഇതേ നമ്പറിൽ തന്നെയുള്ള മറ്റ് സീരീസുകൾക്ക് സമാശ്വാസ നമ്പറും സമാശ്വാസ സമ്മാനമടക്കം ലഭിക്കുമെന്നാണ് പ്രത്യേകത. മറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് നമ്പറുകളിൽ കടക്കുമ്പോൾ മൂന്നാം സമ്മാനമടക്കമുള്ള മറ്റ് ഭാഗ്യവാന്മാര് ആരൊക്കെയാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് ജില്ലയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ അല്പനിമിഷങ്ങൾക്കകം തന്നെ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത് ഏത് ഏജൻസിയാണെന്ന കാര്യത്തിലടക്കം നിമിഷങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഭാഗ്യവാൻ, അത് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ഇതിനു മുൻപ് പല ബമ്പറുകളും കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ യാത്രയ്ക്ക് വരുന്നു ടൂറിസ്റ്റുകളായി വരുന്ന പലരും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പല യാത്രക്കാരടക്കം ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഭാഗ്യശാലികൾ കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മലയാളിക്ക് തന്നെയാണോ ഇത്തവണ സമ്മാനം ലഭിക്കാൻ പോകുന്നതല്ല, അത് കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതിന് തന്നെയായാലും കേരളത്തിനകത്ത് ഏത് ജില്ലയിൽ നിന്ന് വിറ്റ ഏത് ഏജൻസിയിൽ നിന്നാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ വ്യക്തമാകുന്നു. യെസ്, എന്തായാലും ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്, ഏതാണ് ഏജൻസി ഉടൻ തന്നെ വ്യക്തമാകും. അതിൻ്റെ നമ്പറുമായി വെച്ച് നോക്കുമ്പോൾ ലോട്ടറി വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഈ നമ്പർ അടിച്ച ഭാഗ്യവാൻ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നുണ്ടാവാം, താൻ ഭാഗ്യശാലിയാണെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവാം. കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആ ലോട്ടറി കടയുടെ മുന്നിലെ ആംബിയൻസ് എന്താണ്? ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെയാണോ ലോട്ടറി അടിച്ചേ? സജിത്ത, അറിയില്ല എവിടെയാ ലോട്ടറി അടിച്ചെന്നുള്ളത്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റ് ഇപ്പൊ ടിക്കറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നിന്ന ഒരു സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ടിക്കറ്റ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരും സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ്. ഏതാണ്ട് 41 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. അതിന് 30,000-ലധികം താഴെ ടിക്കറ്റുകളാണ് വിറ്റ് പോകാനുള്ളതെന്നായിരുന്നു കണക്കുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുപോലെ തന്നെ അവസാന മൊമെന്റിൽ ഒരുപാട് വിൽപ്പനകൾ നടന്നിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം. എന്തായാലും ആളുകൾ അതിനെ, അതായത് ലോട്ടറി, ബമ്പർ ലോട്ടറിയെ കൂടുതൽ സീരിയസ് ആയി കാണുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് പ്രൈസിൻ്റെ അതിനോടുള്ള ഒരു അട്രാക്ഷൻ ആകാം. എന്നിരുന്നാലും ഈ സാരംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോട്ടറി പുറത്തേക്ക്, അതായത് കൂടുതൽ ഭാഗ്യവാന്മാർ കേരളത്തിന് പുറത്തുള്ള ആളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ റഷ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ലോട്ടറി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ വലിയ റെക്കോർഡ് വിൽപ്പനയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഈ സമ്മർ ബമ്പറിന്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ 36 ലക്ഷമായിരുന്നു. പക്ഷേ ഇത്തവണ 42 ലക്ഷം ടിക്കറ്റുകൾ അടിച്ച ശേഷം 41,73,410 ടിക്കറ്റുകളായിരുന്നു നമുക്ക് അല്പം മുമ്പ് ലഭിച്ചിരുന്ന കണക്കുകൾ. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് പിന്നെയും ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ശതമാനം, ഏതാണ് 90% അടുത്ത് തന്നെ ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും നമുക്കറിയില്ല അവിടെ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത്. പലപ്പോഴും ടിക്കറ്റ് കൈ കിട്ടിയ ശേഷം അത് ബാങ്കിൽ എത്തിക്കുന്നത് വരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല ഈ ലോട്ടറി ലഭിച്ച ശേഷം സാമ്പത്തികം ആവശ്യപ്പെട്ട് വരുന്ന ആവശ്യമുള്ളവരുടെ ആവശ്യമില്ലാത്തവരുടെ ഒരു വലിയ നീണ്ട നിര, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോൾ അത് രഹസ്യമാക്കി വെക്കാറുമുണ്ട്. എന്നിരുന്നാലും ഏത് ജില്ലയിലാണ് ലോട്ടറി അടിച്ചതെന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. അതല്ലെങ്കിൽ ഏത് ജില്ലയിൽ വിറ്റ ടിക്കറ്റിനാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ടാകും. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. യെസ്, എന്തായാലും ആ ഭാഗ്യശാലി ആരെന്നുള്ള കാത്തിരിപ്പാണ്. കേരളത്തിൽ സമ്മർ ബമ്പർ നേരത്തെ ഒന്നും സമ്മർ ബമ്പറൊന്നും അത്ര പേരെടുത്ത് അത്ര പ്രശസ്തമാവാറില്ല. പക്ഷേ കേരളത്തിൻ്റെ ബമ്പർ ലോട്ടറികളോട് പൊതുവിൽ വലിയ സമീപനമാണ് എല്ലാ ഭാഗ്യശാലികൾക്കും ഉള്ളത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നും നിരവധി ആളുകളാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വഴി ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിച്ച ലോട്ടറിയുടെ നമ്പർ അയച്ചു കൊടുത്ത് അവരൊക്കെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഭാഗ്യശാലി ആര് എന്ന കാര്യത്തിലുള്ള കാത്തിരിപ്പ് കൂടിയാണ് വരാൻ പോകുന്നത്. സമ്മർ ബമ്പർ അടിച്ചിരിക്കുന്ന ഭാഗ്യശാലി ആരാണ്, ആ 10 കോടിയുടെ ഉടമയാര് എന്ന കാര്യം. SB 517026, സെക്കൻഡ് പ്രൈസ് HC660-573 എന്നതാണ് 2 നമ്പറുകൾ. മറ്റ് സമാശ്വാസ നമ്പറുകളുണ്ട്. വിവിധ സീരീസിലുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 5 ലക്ഷം രൂപയുടെ, 50,000 രൂപയുടെ, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് പലരെയും കാത്തിരിക്കുന്നത്. എന്തായാലും ബമ്പർ അടിച്ച ആ ഭാഗ്യവാനാര് എന്ന കാത്തിരിപ്പാണ്. ഏത് ജില്ലയിലാണ് ബമ്പർ അടിച്ചത്, ഏത് ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് എന്ന കാത്തിരിപ്പ് കൂടിയാണ്. കാരണം ബമ്പർ ഭാഗ്യവാനെ മാത്രമല്ല, അത് വിറ്റ ഏജൻസികൾക്കും വിറ്റ ലോട്ടറി ഏജൻറ്റിനടക്കം അവരെയും കാത്തിരിക്കുന്നത് സമ്മാനങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, വലിയ തുക. അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആര് എന്ന കാര്യം. ഏത് ജില്ലയിലാണ്
ഒപ്പം ഏത് ഏജൻസിയാണ് വിറ്റത് എന്നതിൽ കൂടി നമുക്ക് വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. 42 ലക്ഷം ടിക്കറ്റുകൾ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനിടയിലാണ് സംസ്ഥാനത്തൊരു ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭാഗ്യശാലി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിലാണോ, അറിയാതെ പോയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടാവും. സാധാരണ ബമ്പർ അടിച്ചയാൾ, വലിയ തുക സമ്മാനം ലഭിക്കുന്നയാൾ പെട്ടെന്നത് പുറത്തു പറയാറില്ല എന്നതാണ് നമുക്ക് സമീപകാല അനുഭവങ്ങൾ. കാരണം പലപ്പോഴും തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് പുറത്തറിഞ്ഞാൽ അയാൾ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ പല രീതിയിലാണ്. അതുകൊണ്ടുകൂടി പലപ്പോഴും അത് രഹസ്യമാക്കി വെച്ച് പിന്നീട് രഹസ്യമായി ലോട്ടറി ബാങ്കിലോ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിലോ ഒക്കെ ഏൽപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തിടെ ബമ്പർ ലോട്ടറി അടിച്ചത് സംബന്ധിച്ച് ഒരു തർക്കം പോലും ഉണ്ടായി, അത് കോടതി കയറുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബമ്പർ അടിച്ച ലോട്ടറി കൈവശമുള്ള ആ ഭാഗ്യവാനാരാണ്, ആ ഭാഗ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും നമുക്കറിയാനാവും ഏത് ജില്ലയിലാണ്, ഏത് ഏജൻസിയാണ് ആ ലോട്ടറി വിറ്റത് എന്ന കാര്യം. മലയാളിയാണോ ഭാഗ്യവാൻ, അതല്ല നമ്മുടെ ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന മറ്റുള്ളവരാണോ, അതല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും ലോട്ടറി എടുത്ത് മടങ്ങിയവരാണോ, ഇവരെ എന്തായാലും കാത്തിരിക്കാം. പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ലോട്ടറികൾ വിറ്റുപോയിരുന്നു. പലപ്പോഴും പാലക്കാട് ജില്ല തമിഴ്നാട്ടിൽ നിന്നും വന്ന് നിരവധി ആളുകൾ ടിക്കറ്റ് വാങ്ങിപ്പോകുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും SB 517026 അതാണ് ഒന്നാം സമ്മാനം. 10 കോടി രൂപയുടെ അഭാഗ്യവാനെ കാത്തിരിക്കുകയാണ്, കണ്ടെത്താൻ പോവുകയാണ്. രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് SC 660573. അങ്ങനെ രണ്ടാം സമ്മാനവും ഒന്നാം സമ്മാനവും ആർക്ക് ലഭിച്ചു, ആരാണ് ആ ഭാഗ്യവാൻ എന്ന കാത്തിരിപ്പാണ്. 10 കോടി രൂപയുടെ ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആര് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ലോട്ടറി വകുപ്പ് വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? സാധാരണ ഏറെ വൈകാറില്ല. ഏത് ജില്ലയിലാണ്, ഒപ്പം ഏത് ഏജൻസിയാണ്? സജിത്ത്, ആ ഒരു ആകാംക്ഷയിലാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത്. ഏത് ജില്ലയിലാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നതാണ് പ്രത്യേകത. സാധാരണ ഒന്നാം സമ്മാനം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജില്ലയും ഏജൻസി നമ്പറും അടക്കം കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ ചെറിയൊരു സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ ഇടവേളയാണ്. അതിനിടയിൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ പാലക്കാട് ജില്ലയിലേക്കാണോ ഭാഗ്യവാൻ എത്തിയിരിക്കുന്നത്, അല്ല മറ്റേതെങ്കിലും തെക്കൻ ജില്ലകളിലേക്കാണോ എന്ന കാര്യത്തിലടക്കം അല്പനിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ഒരു വ്യക്തത വരുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനാലും 10 കോടിയുടെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന ആകാംക്ഷ കേരളത്തിലെ എല്ലാ ലോട്ടറി പരീക്ഷകരും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ആ ജില്ല ഏതാണെന്നും ഏജൻസി ഏതാണെന്ന കാര്യത്തിൽ ചെറിയ ഒരു സമയതാമസം എടുക്കുന്നുണ്ട്. അതിൽ ഉടൻ തന്നെ വ്യക്തത വരുത്തുന്നു. സമ്മർ ബമ്പർ അടിച്ച ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ് കേരളം. കാരണം ബമ്പർ ഭാഗ്യവാൻ ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. SB 517026 ആ നമ്പറിലുള്ള ഭാഗ്യവാൻ. ഒപ്പം രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് SE 660573 ഈ നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത്. SB 517026 ഒന്നാം സമ്മാനം. ആ 10 കോടി ലഭിച്ച ഭാഗ്യവാൻ ആര് എന്ന കാത്തിരിപ്പാണ്. എന്തായാലും നമുക്ക് അറിയാം ഭാഗ്യവാൻ. ആജ്ഞ കൊച്ചിയിൽ തുടരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഈ പൊതുവിൽ സമ്മർ ബമ്പറിനോട് അത്ര ആളുകൾക്ക് ഒരു താല്പര്യക്കുറവുണ്ടോ? ലോട്ടറി കടയ്ക്ക് മുന്നിലും മറ്റും ആകാംക്ഷയോടെ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയുണ്ടോ? സജിത്ത, ഇപ്പൊ ടിക്കറ്റുകളെല്ലാം നറുക്കെടുപ്പിന്റെ സമയമാകുമ്പോൾ ടിക്കറ്റുകൾ കൗണ്ടറിൽ നിന്ന് മാറ്റുമല്ലോ. അപ്പോൾ ടിക്കറ്റുകളെല്ലാം വിൽപ്പന നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഇതിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. എന്നാലും ഇവിടെ വലിയൊരു റഷൊന്നുമില്ല ആളുകൾ. അതേസമയം ഈ ലാസ്റ്റ് മൊമെന്റ്, അതായത് ഒരു 2 മണിക്ക് മുൻപുള്ള ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ നിന്ന സ്ഥലത്തേക്ക് കുറേ ആളുകൾ വന്ന് ടിക്കറ്റുകൾ എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, താല്പര്യക്കുറവ് എന്ന് പറയുമ്പോൾ തന്നെ ഈ റെക്കോർഡ് വിൽപ്പന തന്നെ ആളുകൾ മൊത്തത്തിൽ ഈ ബമ്പർ ടിക്കറ്റുകളെ അംഗീകരിച്ച് കഴിഞ്ഞു, അതിൻ്റെ ഒരു ഒതന്റിസിറ്റി ഒക്കെ വ്യക്തമായി തുടങ്ങി എന്നുള്ള കാര്യത്തിലാണല്ലോ അങ്ങനെ ഒരു വലിയ റെക്കോർഡ് വിൽപ്പനയിലേക്ക് വരുന്നതും. ഇതിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയെ കൂടുതൽ വിശ്വാസത്തിലെടുക്കി അതിനു വേണ്ടിയിട്ട് വലിയ തുകയാണെങ്കിൽ പോലും മുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നു. ഏത് ഭാഗത്താണ്, എവിടെ വിറ്റ ടിക്കറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തതയായിട്ടില്ല. ഭാഗ്യവാൻ ആര് എന്നുള്ള കാര്യം അറിയാൻ ഒരുപക്ഷെ ദിവസങ്ങളെടുത്തേക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും നറുക്കെടുപ്പ് തുടരുന്നുണ്ട്. അതേ മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഈ തിരുവോണം ബമ്പർ അടിച്ചത് കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന
ആൾക്കാണ്. ആളുകളുടെ പ്രതികരണം കൂടെ തേടുക. ഭാഗ്യം നഷ്ടപ്പെട്ടവർ, ഭാഗ്യശാലികൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പ്രതികരണം നമുക്ക് ആവശ്യമാണ്. ആ പ്രതികരണങ്ങൾ തേടുക. എന്തായാലും 42 ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട, ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട പാലക്കാട് ജില്ലയിലാണോ ആ ഭാഗ്യവാൻ, അതല്ല മറ്റു ജില്ലകളിലാണോ? നമ്മൾ കാത്തിരിക്കുകയാണ്. ഏജൻസി ഏതാണ്, ഒപ്പം ജില്ല ഏതാണ് അറിയാനാവും ഉടൻ തന്നെ. സമ്മർ ബമ്പർ ലോട്ടറി അടിച്ച 10 കോടി തുക സ്വന്തമാക്കിയ ആ ഭാഗ്യവാൻ ആര് എന്ന കാര്യം, തെരഞ്ഞെടുപ്പിനിടയിൽ 10 കോടി വരാൻ പോകുന്ന ആ ഭാഗ്യവാൻ ആര് എന്ന കാര്യം കൂടിയാണ്. പലപ്പോഴും നമുക്കറിയാം ഈ ബമ്പർ ലോട്ടറി അടിക്കുന്നത് ഭാഗ്യവാനൊപ്പം സർക്കാരിനും ബമ്പർ അടിക്കുന്നു എന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട്. കാരണം ഈ ബമ്പർ ലോട്ടറികൾ സർക്കാരിന് നൽകുന്ന വരുമാനവും വലിയ രീതിയിൽ കൂടിയാണ് എന്നതാണ്. ടാക്സ് ഇനത്തിലും ടിക്കറ്റ് വിറ്റ ഇനങ്ങളിലുമായൊക്കെ വലിയ രീതിയിലുള്ള പണം സർക്കാരിലേക്ക് കൂടി വരുന്നുണ്ട് എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ലോട്ടറി അറിയാം, നമ്മുടെ സർക്കാരിനൊരു വരുമാന സാധ്യതയാണ്. ലോട്ടറികളോട് പൊതുവിൽ, കേരള ലോട്ടറിയോട് പൊതുവിൽ നല്ല സമീപനമാണ് ജനങ്ങൾ സ്വീകരിക്കാറുള്ളത്. നിരവധി ആളുകളുടെ ഉപജീവന മാർഗമാണ് ലോട്ടറി വിൽപ്പന. നിരവധി ആളുകൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്. അപ്പോൾ ലോട്ടറി ഭാഗ്യശാലികൾ ഇനിയും വരട്ടെ, കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കട്ടെ. അത് ഭാഗ്യം തേടുന്നത് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഒരു സംഭാവന കൂടിയാണ്. ആ രീതിയിൽ കൂടി ആളുകൾ ഇടപെടട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ ഭാഗ്യശാലിയെ നമ്മൾ കാത്തിരിക്കുകയാണ്. കൊച്ചിയുടെ സാഹചര്യം, അവിടെ ലോട്ടറി കടയ്ക്ക് മുന്നിൽ ആളുകൾ തിരക്കി നമ്പറുകൾ തേടി വരുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. ആജ്ഞ, എന്താണ് അവിടുത്തെ സാഹചര്യം? ആളുകളുടെയൊക്കെ പ്രതികരണം ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, നേരത്തെ ഈ ലോട്ടറി വിൽക്കുന്ന അതിന് ലാസ്റ്റ് മൊമെന്റിലായിരുന്നു കടകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആളുകളൊന്നും വരുന്നില്ല. അതായത് നമുക്ക് പ്രതികരണം എടുക്കാൻ പാകത്തിനുള്ള തരത്തിലുള്ള ആരും എങ്ങോട്ടേക്ക് എത്തുന്നില്ല. ചേട്ടാ, ബമ്പർ എടുത്തിരുന്നോ? ചേട്ടാ, ബമ്പർ എടുത്തിരുന്നോ? എടുത്തില്ല. അതൊന്ന് ലാസ്റ്റ് മൊമെന്റ് എടുക്കാൻ പാടില്ലായിരുന്നോ? അദ്ദേഹം ബമ്പർ എടുത്ത ആളല്ല സജിത്ത്. എന്തായാലും നമുക്ക് ഇവിടെ ഇപ്പോൾ വലിയൊരു റഷൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ആളുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം നമുക്ക് ലാസ്റ്റ് മൊമെന്റിലേക്ക് കുറേ ആളുകൾ എത്തിയിരുന്നു. ടിക്കറ്റുകൾ അതായത് ടിക്കറ്റ് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കടയിൽ വന്ന് അവരോട് എടുത്തു വെച്ച ടിക്കറ്റിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് നിരവധി ആളുകൾ പോയിരുന്നു. പക്ഷേ ഇപ്പോഴെല്ലാവരുടെയും ഒരു പക്ഷേ റിസൾട്ടിനെ അവർ കാത്തിരിക്കുന്നുണ്ടാവാം. പക്ഷെ കടയിലെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറി നടത്തുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്തായാലും ബമ്പർ അടിച്ച ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ്. എന്തായാലും നിരവധി ആളുകളാണ് തനിക്ക് അടിച്ചിട്ടുണ്ടോ എന്ന കാത്തിരിപ്പിൽ നിൽക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. കാരണം നിരവധി ആളുകൾ ലോട്ടറി എടുത്ത് ഭാഗ്യാന്വേഷികൾ. പുതിയ വിവരം വരുന്നു. പാലക്കാട് തന്നെയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പാലക്കാട് തന്നെയാണ് ആ ഭാഗ്യവാൻ. പാലക്കാട് ജില്ലയിലാണ്. മധുസൂദൻ എന്ന ഏജന്റിനാണ് അദ്ദേഹം വിറ്റ ആ ലോട്ടറിക്കാണ് ബമ്പർ അടിച്ചതെന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. സാരംഗ്, ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റഴിച്ച പാലക്കാട് തന്നെ ആ ഭാഗ്യം എത്തിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയിലുള്ള ഏജന്റാണ്, പാലക്കാട് ജില്ലയിലാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 11 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റഴിഞ്ഞു പോയത്. സാധാരണ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യപരീക്ഷണങ്ങൾ നടക്കാറുമുള്ളത്. ഇത്തവണയും ആ ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലേക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാം സമ്മാനം 1 കോടി രൂപയും പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലുള്ള ഏജൻസിയിൽ നിന്നും വിറ്റഴിച്ച ടിക്കറ്റിനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാലക്കാട് നിന്നുള്ള മധുസൂദൻ എസ് എന്ന ഏജന്റിന്റെ കടയിൽ നിന്നും വിറ്റഴിച്ച ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം എത്തിയിരിക്കുന്നത്. അത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു താമസം മാത്രമേ ഇനിയുള്ളൂ. ഇത്തവണയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഭാഗ്യം ഏത് തെക്കൻ കേരളത്തിലേക്ക് എത്തുമോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യത്തിൽ നമ്മൾ ചെറിയൊരു ആശങ്ക നിലനിർത്തിയിരുന്നു. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റിട്ടുള്ള പാലക്കാടേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇതിനു മുൻപും പല വർഷങ്ങളിലും, അതായത് ഈ ഒരു ബമ്പർ ടിക്കറ്റുകൾ അല്ലാതെ തന്നെ മറ്റുള്ള ടിക്കറ്റുകളടക്കം സാധാരണ എല്ലാ ദിവസവും എടുക്കുന്ന കാരുണ്യയും മറ്റ് കേരളശ്രീ അടക്കമുള്ള ടിക്കറ്റുകൾക്കും സാധാരണ രീതിയിൽ പാലക്കാട് ജില്ലയിലേക്കാണ് നിരവധി സമ്മാനങ്ങൾ എത്താറുള്ളത്. അത് കാലങ്ങളായി പാലക്കാട് ജില്ലയ്ക്കുള്ള ഒരു പ്രത്യേകതയുമാണ്. ഇത്തവണയും ആ ഭാഗ്യം പാലക്കാട് ജില്ലയെ തേടിയെത്തിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ ആർക്കാണ് ഈ ടിക്കറ്റ് വിറ്റത് എന്ന കാര്യത്തിൽ ഇനി വരേണ്ടതുണ്ട്. മാത്രമല്ല അതിർത്തി ജില്ലയാണ്. അവിടെ മറ്റ് തമിഴ്നാട്ടിൽ നടക്കമുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് വേണ്ടി തമിഴ്നാട് സ്വദേശികളടക്കം വരുന്ന ഒരു ജില്ലയുമാണ്. അതുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പാലക്കാട് ജില്ലയിലുള്ള ഏജന്റാണ് ഈ ടിക്കറ്റ് വിറ്റത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഭാഗ്യം ആരെയാണ് തേടിയെത്തത് എന്ന കാര്യത്തിൽ
കുറച്ച് സമയത്തിനകം വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനു മുൻപുണ്ടായിട്ടുള്ള തിക്താനുഭവത്തിന്റെ ഭാഗമായി ഭാഗ്യശാലി പെട്ടെന്ന് പുറത്തേക്ക് വരാത്ത അല്ലെങ്കിൽ അത് വ്യക്തമാക്കാത്തൊരു സാഹചര്യവും കഴിഞ്ഞ പല ബമ്പർ സമ്മാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പല രീതിയിൽ അവരുടെ നിത്യജീവിതത്തെ ഒരു ബമ്പർ സമ്മാനം അടിച്ചത് ബാധിച്ചതുകൊണ്ട് തന്നെ പലരും അത് തുറന്നു പറയാത്തൊരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും പാലക്കാട് ജില്ലയിലാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. രണ്ടാം സമ്മാനമായിട്ടുള്ള 1 കോടി രൂപയും പാലക്കാട് ജില്ലയാണ് തേടി വന്നിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അത് പാലക്കാട് ജില്ലയിലുള്ള വ്യക്തിക്ക് തന്നെയാണോ അല്ല അത് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വ്യക്തത വരും. ശരി, അതാണ് സാഹചര്യം. സാരംഗ് സൂചിപ്പിച്ചതുപോലെയാണ് 1ഉം 2ഉം സമ്മാനങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഭാഗ്യശാലി കേരളത്തിൽ തന്നെയുള്ള ആളാണോ എന്ന് ഉറപ്പില്ല. കാരണം അതിർത്തി മേഖലയിൽ നിന്നടക്കം നിരവധി ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റും വന്ന് ടിക്കറ്റ് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഈ ഭാഗ്യശാലി മലയാളി തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. വിറ്റത് എന്തായാലും പാലക്കാട് ജില്ലയിലാണ്, അവിടുത്തെ ഏജന്റാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാകുന്നു എന്നാണ് സാഹചര്യം. നമ്മുടെ യൂട്യൂബ് ചാനലിലെ പിന്നിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നിരവധിയാണ്. സ്വന്തം എടുത്ത ടിക്കറ്റിൻ്റെ നമ്പർ അടക്കം പലരും ഇതിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ഭാഗ്യശാലികളുടെ ഒന്നും, നമ്മളിപ്പോൾ 1ാം നമ്പർ അടിച്ച ഭാഗ്യശാലികളുടെ ഒന്നും നമ്പർ നമുക്കവിടെ കാണാനാവില്ല. എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, സ്ക്രീനിലേക്ക് നിങ്ങളുടെ നമ്പർ ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. പാലക്കാട് ജില്ലയിലെ ആ ടിക്കറ്റ് എടുത്തവർ ഒന്നുകൂടി തങ്ങളുടെ ടിക്കറ്റ് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. ഒരു പക്ഷേ നിങ്ങളുടെ കൈവശമായിരിക്കും ആ ഭാഗ്യം. എന്തായാലും 10 കോടി രൂപ പാലക്കാട് ജില്ലയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒപ്പം രണ്ടാം സമ്മാനം 1 കോടി രൂപയും പാലക്കാട് ജില്ലയിലേക്കും. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഭാഗ്യശാലി. പാലക്കാട് ജില്ലയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ആളാണ് ഭാഗ്യശാലി എന്ന കാര്യം വ്യക്തമാണ്. ഏതായാലും പാലക്കാട് ജില്ലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനമാണ്. ഇനിയും ബമ്പർ ലോട്ടറികൾക്ക് ടിക്കറ്റുകൾ എടുക്കട്ടെ, കൂടുതൽ വിൽപ്പനകൾ നടക്കട്ടെ എന്ന് കരുതാം. കാരണം പാലക്കാട് ജില്ലയിലേക്ക് ഭാഗ്യം തേടിയെത്തുകയാണ്. ഒരു ഇടവേളയാണ്, നമുക്ക് മടങ്ങി വരാം. സ്പോട്ട് ലൈവ് ഇനി വിശദമായി കിടക്കുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്കാണ്. ഇന്നൊരു നിർണായകമായ ഇടപെടൽ ഉണ്ടായ ദിവസം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടപെടുകയാണ്. ഇന്ത്യയുടെ ഒരു ഇടപെടൽ എന്നതുകൂടിയാണ് അതിൽ പ്രസക്തമാവുന്നത്. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൊവ്വാഴ്ച നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൽ എലോൺ മസ്കും പങ്കെടുത്തുവെന്ന വിവരമാണ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടത്. യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നുമാണ് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത്. അതിനിടെ അബുദാബിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വളരെ ആശങ്കപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. വി വിനോദ് ചേരുന്നു. വിനോദ്, പശ്ചിമേഷ്യൻ സംഘർഷം എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്. മലയാളികളടക്കമുള്ള ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായതെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് ആളുകൾക്ക് പരിക്കേറ്റതെന്നാണ് വിവരം. ഇന്ത്യക്കാർ 5 പേരാണോ ഉൾപ്പെടുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? സൈത്ത് ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ ഒരു ചർച്ച, നിർണായകമായ ഒരു ചർച്ച നടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് വൈറ്റ് ഹൗസാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ലോകത്തിലെ തന്നെ വലിയ കോടീശ്വരനായ എലോൺ മസ്ക് കൂടി പങ്കെടുത്തു എന്ന വിവരം ഇപ്പോൾ വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ട്രംപും എലോൺ മസ്കുമായി അത്ര രസത്തിലായിരുന്നില്ല. എലോൺ മസ്ക് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ഈ ഡെമോക്രാറ്റ്സിനെയും റിപ്പബ്ലിക്കിനെയും ഒരുപോലെ എതിർത്തുകൊണ്ട് സ്വന്തം പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു മഞ്ഞുരുക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ചർച്ചയിൽ എലോൺ മസ്ക് കൂടി പങ്കെടുക്കുന്നു. ഒരുപക്ഷേ ലോകത്തെ വ്യാപാരം തന്നെ നിശ്ചലമാകുന്ന, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്ധനത്തിൻ്റെയൊക്കെ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്തൊരു നിലയുണ്ട്. യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ പെട്രോളിനൊക്കെ വില കൂട്ടുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ ഇതുവരെ അങ്ങനെ വില കൂട്ടിയിട്ടില്ല. അതേസമയം എക്സൈസ് തീരുവ ഉൾപ്പെടെയുള്ളവ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാന നഷ്ടം രാജ്യത്തിനുണ്ടാകുമെന്നാണ്, ഈ പ്രാഥമികമായി തന്നെ അങ്ങനെ ഒരു നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വലിയ പോസിറ്റീവായ ചർച്ചയായിരുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് വൈറ്റ് ഹൗസ് പുറത്തുവിടുന്ന വിവരങ്ങൾ. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ അങ്ങനെ ആശാവഹമായ എന്തെങ്കിലും ഒരു സ്ഥിതി നിലനിൽക്കുന്നില്ല. ഇറാനിലെ ആണവ കേന്ദ്രം തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നു. കാരണം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ട്രംപിൻ്റെ ഒരു ഉറപ്പ്, അത് വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തൽ എന്നത് അടുത്ത മാസം 6 വരെയാണ് ട്രംപ് അതിൻ്റെ ഒരു സമയപരിധി പറഞ്ഞിരുന്നത്. പക്ഷേ അത് പറഞ്ഞത് മുതൽ തന്നെ ആക്രമണം കൂടുതൽ കടുക്കുകയാണ് ചെയ്തത്. ട്രംപ് ഓരോ ദിവസവും ഓരോ നിലപാടുകൾ പറയുന്നു, പക്ഷേ അതിന് ഘടകവിരുദ്ധമായി കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇതുവരെ വ്യക്തമായിട്ടുള്ളത്. ഹോർമൂസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഈ ട്രംപ് കടലിടുക്ക്
അവസാനിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അതായത് ഹോർമൂസിൻ്റെ പേര് തന്നെ സ്വന്തം പേരിൽ പറഞ്ഞ് അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന തരത്തിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 15 നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചതിൽ ഒരു കാര്യം ഈ ഹോർമൂസിൻ്റെ അധികാരം, അവിടുത്തെ വ്യാപാരം ചെയ്യുന്നതിനുള്ള അവകാശത്തിൽ ഇറാനൊപ്പം തന്നെ അമേരിക്കയ്ക്കും പങ്കാളിയാകണമെന്നൊരാഗ്രഹമാണ്. അതിനർത്ഥം ഈ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമെന്ന് പറയുമ്പോഴും അവിടെ ഒരു കച്ചവടക്കണ്ണും ലാഭക്കണ്ണും അങ്ങനെ ഒരു അധീശത്വം സ്ഥാപിക്കുന്നതിൻ്റെ സൂചനയുമൊക്കെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് കരുതുക വയ്യ. 15 നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഇതിൽ ഇടപെടുന്നുണ്ട്. ചൈനയുടെ 2 കപ്പലുകൾ കൂടി ഇറാൻ തടഞ്ഞു വെച്ചതോടുകൂടി കാര്യങ്ങളുടെ അവസ്ഥ മാറുകയാണ്. കാരണം ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് ചൈന. എന്തുകൊണ്ട് ചൈനയുടെ കപ്പലുകൾ തടഞ്ഞിട്ടു എന്നതിൽ ഇതൊരു വ്യക്തത വന്നിട്ടില്ല. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സെലൻസ്കിയുടെ ഒരു ഔദ്യോഗികമായ കുറിപ്പ് വന്നതും ഉക്രൈൻ സൗദിയെ സഹായിക്കും, ഇറാനെതിരെ സൗദിയെ സഹായിക്കുന്നതിന് വേണ്ടി ഉക്രൈൻ രംഗത്തെത്തി എന്ന ഒരു കാര്യം കൂടിയുണ്ട്. റഷ്യയുടെ ആയുധങ്ങളെ പ്രതിരോധിച്ചുള്ള പരിചയം ഉക്രൈനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് റഷ്യ ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകുമ്പോൾ അതിന് ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സൗദിക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഉക്രൈൻ കൂടി ഇങ്ങോട്ട് വരുന്നു. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായി, അതിൻ്റെ ഒരു തുടർച്ചയായി പശ്ചിമേഷ്യൻ സംഘർഷം കൂടി മാറുന്നു എന്ന സാഹചര്യമുണ്ട്. മറ്റൊരു ആശ്വാസ വാർത്തയുള്ളത്, ഒരു കപ്പൽ കൂടി ഇന്ത്യൻ തീരത്ത് ജാംനഗറിലേക്ക് എത്തിയിട്ടുണ്ട്. LPG-യുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. 44,000 മെട്രിക് ടൺ LPG വഹിച്ചുകൊണ്ടുള്ളൊരു കപ്പലാണ് ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ വരുമെന്ന് കരുതുന്നു. എങ്കിൽ തന്നെയും അതെല്ലാം തന്നെ താൽക്കാലികമായ നടപടികളാണ്. ശാശ്വതമായി യുദ്ധത്തിന് പരിഹാരമുണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൈത്ത്, യെസ്, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനം തേടുകയാണ് ലോകം. കാരണം അത് നേരിട്ടുമല്ലാതെയും ലോകരാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്നത് പലതരത്തിലാണ്. ഇന്ത്യയുടെ ഇടപെടൽ പുറത്തു വരുന്നു. വൈറ്റ് ഹൗസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ടല്ല ഈ വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം വിഷയം പരിഹരിക്കണമെന്ന് ഇരുപക്ഷത്തുമുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നയതന്ത്രമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പയറ്റുന്നത്. മറിച്ച് ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. മലയാളികളും ഇന്ത്യക്കാരുമൊക്കെയുള്ള ഇടങ്ങളിലാണ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണമൊക്കെ ഉണ്ടാവുന്നത്. 5 പേർക്ക് പരിക്കേറ്റു എന്ന് ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ് പുതിയതായി വരുന്നത്. എന്നാൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാവുന്ന ഒരു കാര്യം, ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു വരുന്ന 2 കപ്പലുകൾ കടന്നു വരികയാണ്. അതൊന്ന് ഇന്ത്യൻ തീരത്തെത്തി എന്ന വാർത്ത കൂടിയാണ് ഇതിനോടൊപ്പം. കൊല്ലം കുണ്ടറയിൽ യുവതിക്ക് നേരെ പോലീസ് അതിക്രമമെന്ന പരാതി വാർത്ത വരികയാണ്. കഴിഞ്ഞ ദിവസം കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ ഭർത്താവിനൊപ്പം എത്തിയ യുവതിക്കാണ് മർദ്ദനമേറ്റത്. കുണ്ടറ എസ്.ഐ കിരൺ മർദ്ദിച്ചു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. യുവതിയും കുടുംബവും SP-ക്ക് പരാതി നൽകി. അതേസമയം യുവതിയുടെ ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തിയതായി ഇട്ടാണ് SFIR-ൽ പറയുന്നത്. കേസിൽ യുവതിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് സംഭവം? ഈ ദൃശ്യങ്ങളിൽ ആ യുവതി കരയുന്നതായും ഈ പോലീസുകാരനെ അടിക്കുന്നതുമായൊക്കെ വ്യക്തമാവുന്നുണ്ട്. എന്താണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്? ഇതിന്റെ പോലീസിന്റെ വിശദീകരണം എങ്ങനെയാണ്? അതിന്റെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലം കുണ്ട്രയിലാണ്. കുണ്ട്ര എസ്.ഐ കിരൺ മർദ്ദിച്ചതായിട്ടാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്.
ഇവർ കുടുംബമായിട്ട് ഉത്സവം കാണാൻ എത്തിയതായിരുന്നു. അതായത് കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ എത്തിയതായിരുന്നു. അപ്പോഴാണ് ഭർത്താവിനെ പോലീസ് ആക്രമിച്ചു. അങ്ങനെ ഇതിൽ തടസ്സം പിടിക്കാൻ വന്ന ഭാര്യയെയും ഭർത്താവിന്റെ സഹോദരിക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ് ഇവരുടെ പരാതിയിൽ തന്നെ പറയുന്നത്. സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, അങ്ങനെയാണ് ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം. എന്തായാലും ഇതിൽ യുവതി ഇപ്പോൾ കൊല്ലം ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അവർക്ക് ക്രൂരമായിട്ട് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സജിത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ പോലീസിന്റെ ജോലി തടസ്സപ്പെട്ടു എന്ന കാരണത്താലാണ് ഈ യുവാവിനും അതുപോലെ തന്നെ ഭാര്യയ്ക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പോലീസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതും FIR സൂചിപ്പിക്കുന്നതും അങ്ങനെയാണ്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ അക്രമം ഏറ്റു എന്നുള്ളത് കൃത്യമാണ്. അതായത് മർദ്ദനമേറ്റു എന്നുള്ളത് അതിൽ ദൃശ്യങ്ങൾ തന്നെ അതിന്റെ തെളിവ് സഹിതമാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. തന്നെയല്ല, ഇതിന്റെ ഫോട്ടോ സഹിതം പരാതി നൽകിയിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ദേഹത്ത് മുറിവേറ്റതായിട്ടുള്ള പാടുകൾ അടക്കമാണ്, ഇപ്പോൾ അടിയേറ്റതായിട്ടുള്ള പാടുകളുണ്ട്. ഈ പാടുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ കുണ്ട്ര സ്റ്റേഷനിലെ SIക്കെതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പോലീസിൽ പരാതി നൽകിയത്. അപ്പോ കുണ്ട്ര SI കിരൺ മർദ്ദിച്ചതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. സജിത്ത്, കുണ്ടറ SI പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി. യുവതിയുടെ പരാതി അതാണ്. യുവതിയെ മർദ്ദനമേറ്റ പാടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തി, അതിനാൽ മർദ്ദിച്ചു. ഇതാണ് പോലീസും പറയുന്ന ന്യായം. FIRലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവണം, ഇതാണ് ആവശ്യം. പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ദളിത് യുവതിയുടെ മൊഴിയെടുത്ത് പോലീസ്. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ യുവതി പോലീസിന് കൈമാറി. ഷാഫി പറമ്പിലിൻ്റെയും DK ശ്രീകണ്ഠൻ്റെയും പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അതിജീവിത പറഞ്ഞു. തൻ്റെ മുന്നിൽ വെച്ച് പ്രശോഭ് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചതെന്നും യുവതി പറഞ്ഞു. വീഡിയോ കോൾ ചെയ്തിട്ട് ഓഡിയോ കോൾ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ ഷാഫിനെ കാണിക്കുന്നു. ഞാൻ ഷാഫിനെ കണ്ടപ്പോഴാണ് ഇത് ഷാഫിനെ ഷാഫിനായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. നിങ്ങളെ കാണിച്ചു. എന്നെ കാണിച്ചു. അയാളുടെ അടുത്താണ്, പ്രശോഭയുടെ അടുത്ത്. നിങ്ങളെ കണ്ടായിരുന്നു? ഷാഫിങ്ങളെ കണ്ടില്ല. വേറെ ആരെങ്കിലും പേര് പറഞ്ഞിരുന്നോ? അയാളുടെ പേര് പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് അടുത്ത ബന്ധമാണ്. പുള്ളിയുടെ ശ്രീകണ്ഠൻ്റെ അടുത്ത് അടുത്ത ബന്ധമാണെന്ന് പറഞ്ഞു. അടുത്ത ബന്ധമാണ്. നിങ്ങളുടെ തെളിവൊക്കെ പോലീസിന് കൈമാറിയോ? തെളിവ് കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്താ പറഞ്ഞു? വേറെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മൊഴി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇവർ ഏതെങ്കിലും തരത്തിൽ? MLA പിന്നെ പേര് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ. തെരഞ്ഞെടുപ്പിനിടെ ഇടെയാണ് ഈ പരാതി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും വേഗത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. പ്രശോഭിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനൊരു ധാർമ്മിക ഒരു DCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അപ്പം ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കണം. എത്ര മുമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടത്, എല്ലാവരും വെളിയിലാക്കണം. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഇനി ഓരോ തെരഞ്ഞു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ, ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടോ? ഏത് പാർട്ടി ഞാൻ പറ്റില്ല. ഞാൻ എണ്ണി പറയാൻ എനിക്ക് ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങളൊന്ന് എന്തിനു കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? പ്രശോഭിനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രതികരണം. 5 വർഷത്തെ ഭരണത്തെയാവും ജനങ്ങൾ വിലയിരുത്തുകയെന്നും കൗൺസിലറുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നില്ലെന്നുമാണ് പിഷാരടി പറഞ്ഞത്.
നമ്മുടെ കൂടെ പ്രചരണമാർത്തം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളാകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽപ്പെടുന്നിട്ട് മാറിയ സാഹചര്യത്തിലാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി പ്രതിസന്ധിയിൽപ്പെടുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്തായാലും തൽക്കാലം വേഗത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. ഇത് പാലക്കാട് രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് ചർച്ചയാവുന്നുണ്ട്? പോലീസിന്റെ നടപടി എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്? അജിത്ത്, ഇന്ന് രാവിലെ ഈ അതിജീവിത പാലക്കാട് സൗത്ത് സ്റ്റേഷനിലെത്തിയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ പറയുന്ന ഈ പ്രക്ഷോഭ് ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കുകയും തനിക്ക് MLA-യും MP-യുമായി ബന്ധമുണ്ട്, മാത്രമല്ല താൻ ഒരു കൗൺസിലറാണ്, അതുകൊണ്ട് തനിക്ക് ആരെയും ഭയമില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുകയും നല്ല ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു ദിവസം പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോകാം എന്ന പേര് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും തന്റെ വീടിന് സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് കാറിൽ വെച്ച് പീഡിപ്പിച്ചും എന്നാണ് കുട്ടി പറയുന്നത്. അതുമാത്രവുമല്ല, ഇതിനെതിരെ തക്കതായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സൗത്ത് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാർട്ടി ഈ പരാതി വന്നപ്പോൾ തന്നെ DCC പ്രസിഡന്റ് പറഞ്ഞത്, ഈ പരാതി വന്നപ്പോൾ തന്നെ ഈ പ്രക്ഷോഭനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ പുറത്താക്കിയിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി ഈ കൗൺസിലർ സ്ഥാനം ധാർമ്മികതയുണ്ടെങ്കിൽ അത് രാജിവെക്കട്ടെ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ FIR എടുത്തിന്റെ സജിത്ത്. FIR എടുത്ത് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ, ബാലരാമപുരം തേമ്പാമൂടം പുത്രക്കാട്ടിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. പുത്രക്കാട്ടിലുള്ള വാട്ടർ ടാങ്കിന് സമീപം ചാക്കുകെട്ടിനുള്ളിലാണ് ബാലരാമപുരം പോലീസ് ആയുധശേഖരം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുതൽ തടങ്കലിന് ഗുണ്ടകളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ബാലരാമപുരം പോലീസ് ഈ മേഖലയിലെത്തിയത്. ഇവ കൊട്ടേഷൻ സംഘം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, തെരഞ്ഞെടുപ്പിനിടയിലാണ് ഇത് കണ്ടെത്തുന്നത്. അക്രമ സംഭവങ്ങളൊക്കെ തടയാൻ ഏറെ ജാഗ്രത വേണ്ട ഒരു സമയത്താണ് ഈ ആയുധങ്ങൾ കണ്ടെത്തുന്നത്. ഇത്
തെരഞ്ഞെടുപ്പുമായി ബന്ധമുള്ള എന്തെങ്കിലും സംഭവത്തിൻ്റെ പേരിലാണോ, അതല്ല കൊട്ടേഷൻ സംഘം സാധാരണ ഉപയോഗിക്കുന്നതാണോ? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? തീർച്ചയായും ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. കാരണം വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ്. അതിന്റെ ഭാഗമായി ഗുണ്ട ലിസ്റ്റിലുള്ളവരുടെ അവരെ കരുതൽ തടങ്കിലേക്ക് കസ്റ്റഡിയിലെടുക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി പോലീസ് പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ പറയുന്ന ബാലരാമപുരം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പ്രശ്നബാധിത പ്രദേശവും ഒപ്പം പ്രശ്നക്കാർ താമസിക്കുന്ന ചില ആൾക്കാർ താമസിക്കുന്ന തേമ്പാമുട്ടത്ത് പുത്രക്കാട് പരിസരത്തെ നിരീക്ഷണത്തിലാക്കുകയും അവിടെ നടത്തിയ പരിശോധനയായിരുന്നു ഈ പറയുന്ന ഒരു ആയുധ ശേഖരം കണ്ടെത്തുന്നത്. അവിടെയുള്ള ഒരു വാട്ടർ ടാങ്കിന് അടിയിലായി വളരെ രഹസ്യമായ നിലയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാള്, മഴു, വെട്ടുകത്തി, ഇരുമ്പ് ദണ്ടുകൾ തുടങ്ങിയ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഗുണ്ടാസംഘം അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി ആയുധങ്ങളാണ് പോലീസിനെ കണ്ടെത്തുന്നത്. പക്ഷെ ആരാണ് ഇവിടെ കൊണ്ടുവച്ചെന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പോലീസ് ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഈ നെയ്യാറ്റിൻകര താലൂക്ക് കോളം പ്രദേശത്തൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലം മുൻ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ എത്തുകയും കരുതൽ തടങ്കിലേക്ക് വേണ്ടി ഉള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വൻ ആയുധ ശേഖരവും ബാലരാമപുരത്ത് പിടികൂടിയിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റേഷനിൽ സൂക്ഷിച്ചു വരികയാണ്. ബാലരാമപുരത്ത് നിന്നാണ് മാരകായുധങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. പോലീസ് നടത്തിയ റെയ്ഡിലാണ്, പക്ഷേ ആരെയും കസ്റ്റഡിയിലെടുത്തില്ല. ഇത് കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കണ്ണൂർ പയ്യന്നൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. മാരക ലഹരി മരുന്നായ MDMAയും ഹാഷിഷ് ഓയിലുമായി ദമ്പതികളടക്കം 3 പേരെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് K എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പല മേഖലകളിലായി വ്യാപകമായ പരിശോധനയുണ്ട്. കള്ളപ്പണം കടത്തുന്നുണ്ടോ എന്നടക്കമുള്ള വാഹനങ്ങൾ നിർത്തി വലിയ പരിശോധന നടക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ പലപ്പോഴും കുടുങ്ങുന്നത് കള്ളപ്പണമല്ല, മറിച്ച് ഇത്തരം ക്രിമിനൽ നടപടികളാണ്. തെളിവുകളടക്കം പിടികൂടുന്നു എന്നതാണ് സാഹചര്യം. രജീഷ് കുളങ്ങര ചേരുന്നു. രജീഷ്, എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ലഹരിവേട്ടയാണ് ഇന്നലെ രാത്രി പയ്യന്നൂർ പോലീസും ഡാൻസ് സംഘവും കൂടി ചേർന്ന് നടത്തിയിരിക്കുന്നത്. ദമ്പതികളടക്കം 3 പേരെയാണ് ലഹരി കടത്താൻ ശ്രമിക്കുന്നവരുടെ പിടിയിൽ ആയിരിക്കുന്നത്. അതായത് ദമ്പതികളടക്കം 3 പേരാണ് ലഹരി കടത്തുന്നതിനിടെ പോലീസ് പിടിയിലായിരിക്കുന്നത്. മാരക ലഹരി മരുന്നായ MDMAയും ഹാഷിഷ് ഓയിലുമാണ് ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനക്കിടെയാണ് ലഹരിക്കടത്ത് തടയാൻ പോലീസിന് ആയത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, നാദിറിന്റെ ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് K എന്നിവരെയാണ് ലഹരി കടത്തുന്നതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ ദേശീയപാതയിൽ എടാട്ട് കണ്ണങ്ങാട് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ പരിശോധന നടത്തുന്നതിനിടെ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 41.14 ഗ്രാം MDMAയും 241 മില്ലി ഹാഷിഷ് ഓയിലുമാണ് കണ്ടെടുത്തത്. കാറിന്റെ ഡിക്കിയിൽ ബാഗിൽ പൊതിഞ്ഞ് ഒളിച്ചു വെച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. ലഹരി മരുന്നുകൾ മംഗലാപുരത്തു നിന്നും കണ്ണൂരിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. കണ്ണൂർ റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ദേശീയപാത കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന തുടരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം കേസുകളിൽ ആളുകൾ പിടികൂടപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. ബാലരാമപുരത്തും സമാനമായ സംഭവമാണ്. അവിടെയും പോലീസ് നടത്തിയ പരിശോധന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ്. ഇവിടെയും ഹാഷിഷ് ഓയിലും MDMAയും പിടികൂടിയതും സമാനമായ പരിശോധന. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.